ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ന്യായവന്മാരുടെ പുസ്തകം എന്ന വിഷയത്തിന് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിപ്പാൻ ദൈവത്തിനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ക്ലാസ്സുകൾ കാണുകയും കേൾക്കുകയും നിങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്കിന്ന് യവന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ കഴിഞ്ഞ സെക്ഷൻ ഓർമ്മിപ്പിച്ച പോലെ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വരെ അവരെ കഴിഞ്ഞകാല അനുഭവങ്ങളെ ഒന്നവർ തിരിഞ്ഞു നോക്കുകയായിരുന്നു. ഇനി അതിനെ നമുക്ക് വേണമെങ്കിൽ രണ്ടായി തിരിച്ചാൽ 1-1 മുതൽ 2-10 വരെ പിൽക്കാലങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമായിരുന്നെങ്കിൽ 2-11 മുതൽ 3-6 വരെ വരുംകാലങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടവും കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് 1-ാം അധ്യായത്തിൽ പ്രവേശിക്കാം. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടതെന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് യഹോവ കൽപ്പിച്ചു. ഈ 1-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ 1-ാം വാക്യം തന്നെ നമ്മോട് ഇടപെടുന്നതായ ഒരു സന്ദേശമുണ്ട്. എന്താണ്? ഇവർ യുദ്ധസന്നദ്ധരായ 40,000-45,000 പേരുടെ കാര്യം നമ്മൾ കഴിഞ്ഞ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വിഷയങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ യുദ്ധസന്നദ്ധരായ ഒരു പറ്റം ആളുകൾ ഇവരുള്ളപ്പോൾ തന്നെ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പായിട്ട് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് ഞങ്ങളിൽ ആരാണ് പോകേണ്ടത് എന്ന് ദൈവത്തോട് അലഞ്ഞു ചോദിക്കുക. ഇവിടെ മനുഷ്യർക്ക് വിടുന്ന പരാജയം എന്തോ? അവരവരെ മിടുക്കും ബലമൊക്കെ കൊണ്ടുകൊണ്ട് അവരവർ ചാടി പലതിനും പുറപ്പെടുകയും പരാജയം നേടുകയും ചെയ്യുമ്പോൾ ഇതാ ഈ ജനം അവർ ദൈവത്തോട് ആലോചിക്കുക, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആരാ പോകേണ്ടത്. അപ്പോൾ അവരുടെ യുദ്ധങ്ങൾ ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? അവർ ദൈവഹിത പ്രകാരവും ദൈവത്തിൻ്റെ ആലോചന പ്രകാരമായിരുന്നു അത് ഇറങ്ങി തിരിച്ചത്. എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ആലോചന പ്രകാരം കൊണ്ട് പോകുന്നത് വിജയമായി തീരും. കുഴപ്പം എന്താ അറിയാമോ? നമ്മൾ ആദ്യം ഒരു കാര്യം ചാടിക്കറി ചെയ്യുകയും പരാജയമുണ്ടാകുമ്പോൾ, നഷ്ടമുണ്ടാകുമ്പോൾ, കഷ്ടമുണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കുകയും ചെയ്യും. ആ നടപടികൾക്കാണ്, ആ പ്രവണതകൾക്കാണ് ഒരു മാറ്റം വരേണ്ടത്. ഇവിടെ ചോദിച്ച് ദൈവത്തോട് പറഞ്ഞു, നിങ്ങൾ യഹൂദ പുറപ്പെടണം, യഹൂദരുടെ കയ്യിലെ ദേശം ഏൽപ്പിക്കപ്പെടും. അപ്പോൾ ദൈവഹിതപ്രകാരം ദൈവാലയം ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ വിജയം സുനിശ്ചിതമാണെന്ന കാര്യം നമുക്ക് ഈ പ്രാരംഭ സെക്ഷൻ തന്നെ നല്ല ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. യഹൂദ തൻ്റെ സഹോദരനായ ശിമെയോനോട്, എൻ്റെ അവകാശദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോട് കൂടെ പോരണം, നിൻ്റെ അവകാശദേശത്ത് നിന്നോട് കൂടെ ഞാനും വരാമെന്ന് പറഞ്ഞു. ശിമെയോൻ അവനോട് കൂടെ പോയി. അങ്ങനെ യഹൂദ പുറപ്പെട്ടു. ഇവിടെ മറ്റൊരു കാര്യം കാണുന്നത് ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ സഹവർത്തിത്വം കാണുകയാണ്. ഞാൻ മതി എന്നുള്ള ചിന്ത വിട്ടിട്ട് നമുക്ക് എന്നുള്ളതായ ഒരു ചിന്തയിൽ വരികയാണ്. ഇപ്പോഴൊക്കെ 1 മാൻ ഷോയ്ക്കാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്, അല്ലേ? ഞാൻ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി, ഞാൻ തന്നെ പാടി, വീണ്ടും ഞാൻ തന്നെ പ്രാർത്ഥിച്ച്, വീണ്ടും ഞാൻ തന്നെ സങ്കീർത്തനം വായിച്ച്, വീണ്ടും ഞാൻ തന്നെ പ്രബോധിപ്പിച്ച്, ഞാൻ തന്നെ സാക്ഷ്യം പറഞ്ഞ്, ഞാൻ തന്നെ സ്വതന്ത്രകാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഞാൻ തന്നെ പ്രസംഗിച്ച്, ഞാൻ തന്നെ പ്രാർത്ഥിച്ച്, ഞാൻ തന്നെ ആശീർവാദം. ഒരാളെ അടുപ്പിക്കില്ല. അങ്ങനത്തെ കുറേ ആളുകൾ നമ്മുടെ കൂടുതൽ ഇല്ലാതില്ല. ചിലരെ
മറ്റുള്ളവർക്കും കൂടെ ഒരു പങ്കാളിത്തം നൽകാറുണ്ട്. ഇതിന് മറുവശം കൂടെ പറയാം. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ദേവദാസൻ ഒരുത്തിനെ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ 2 വാക്ക് പറയാൻ തുടങ്ങുമ്പോൾ ആദ്യം വളർത്തിക്കൊണ്ടുവന്ന തലക്കെട്ടായിരിക്കും ആദ്യം അടിക്കുക, അവനിട്ടായിരിക്കും ആദ്യം ഭാര വയ്ക്കുക. ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചിലരൊക്കെ ആരെയും വളർത്തിക്കൊണ്ടുവരാത്തത്. എന്തെങ്കിലും ആകട്ടെ, ഞാൻ ആ വിഷയം എടുക്കുന്നില്ല. ഒരു സഹവർത്തിത്വം നമുക്കുണ്ടാകുന്ന നന്നായിരിക്കും. യഹോവ കനാന്യരെയും പെരീസിരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ബേസക്കിൽ വെച്ച് അവരിൽ 10,000 പേരെ സംഹരിച്ചു. ബേസക്കിൽ വെച്ച് അവർ അദോനി ബേസക്കിനെ കണ്ടു. അവിടെ യുദ്ധം ചെയ്തു കനാന്യരെയും പെരീസിരെയും സംഹരിച്ചു. എന്നാൽ അദോനി ബേസക്ക് ഓടിപ്പോയി. അവർ അവനെ പിന്തുടർന്ന് പിടിച്ച് അവൻ്റെ കൈകാലുകളിൽ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. കൈകാലുകളുടെ പെരുവിരൽ മുറിച്ച 70 രാജാക്കന്മാർ എൻ്റെ മേശയും കീഴിൽ നിന്ന് പെറുക്കി തിന്നിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു എന്ന് അദോനി ബേസക്ക് പറഞ്ഞു. അവർ അവനെ യെരൂശലേമിൽ കൊണ്ടുപോയി അവിടെ വെച്ച് അവൻ മരിച്ചു. ഇവിടെ അദോനി ബേസക്കിൻ്റെ ചരിത്രം നമ്മെ പഠിക്കുന്ന മറ്റൊരു ഗുണം കൂടെയുണ്ട്. വിതച്ചത് കൊയ്യും എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ നാം എന്താണോ വിതയ്ക്കുന്നത് അത് കൊയ്യും. അതിൻ്റെ മറുവശം ചിന്തിച്ച് നോക്കി. നമ്മൾ സാധാരണ വിതയ്ക്കുന്നത് ഒരു നാഴി പയർ വിത്താണെങ്കിൽ പറിച്ചെടുക്കുന്നത് കുറഞ്ഞ വർഷം ഒരു അടങ്ങിയ പയറെങ്കിലായിരിക്കും, അല്ലേ? അപ്പോൾ വിതയ്ക്കുന്നതിൻ്റെ അനേകം മടങ്ങായിരിക്കും കൊയ്തെടുക്കുക എന്നുള്ള കാര്യം മറന്നു പോകരുത്. കാറ്റ് വിതയ്ക്കുന്നവൻ കൊടുങ്കാറ്റ് കൊയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് അനീതി വിതയ്ക്കാതിരിക്കാൻ സൂക്ഷിക്കുക എന്നുള്ളതൊരു ഒരു 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 ഉപദേശം നമുക്ക് ഈ ഭാഗം പഠിക്കും കിട്ടുന്നുണ്ട്. നമ്മൾ ബൈബിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കേണ്ട ചില കാര്യങ്ങളും കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. യഹൂദ മക്കൾ യെരൂശലേമിന് നേരെ യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിൻ്റെ വയത്തിൽ ഏൽവെട്ടി നഗരം തീയിട്ട് ചുട്ടുകളഞ്ഞു. അതിനുശേഷം യഹൂദ മക്കൾ മലനാട്ടിലും തെക്കേ ദേശത്തിലും താഴ്വീതിയിലും പാർത്തിരുന്ന കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയി. യഹൂദ ഹെബ്രോനിൽ പാർത്തിരുന്ന കനാന്യരുടെ നേരെയും ചെന്നു. ഹെബ്രോന് പണ്ട് കിര്യത്ത് അർബ എന്ന് പേർ. അവർ ശേഷായി, അഹിമാൻ, തൽമായി എന്നിവരെ സംഹരിച്ചു. അവിടെ നിന്ന് അവർ ദബീർ നിവാസികളുടെ നേരെ ചെന്നു. ദബീറിന് പണ്ട് കിര്യത്ത് സെഫേർ എന്ന് പേർ. അപ്പോൾ കാലേബ് കിര്യത്ത് സെഫർ അടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് പറഞ്ഞു. കാലേബിന് അനുജനായ കെനസിൻ്റെ മകൻ ഒത്നിയേൽ അത് പിടിച്ചു. അവൻ തൻ്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നപ്പോൾ തൻ്റെ അപ്പനോട് ഒരു വയൽ ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. അവൾ അവനോട് ഒരു അനുഗ്രഹം എനിക്ക് തരണമേ, നീ എന്നെ തെക്കനാട്ടിലേക്കല്ലോ കൊടുത്തത്, നീരുറവുകളും എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകൾ കൊടുത്തു. ഇതാ കാലേബ് ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. എന്താണ്? കിര്യത്ത് സോഫേർ ആരാണ് ജയിച്ചടക്കുന്നത് അവന് എൻ്റെ മകളെ അക്സയെ വിവാഹം കഴിച്ചു കൊടുക്കും. ഒത്നിയേൽ അത് കീഴടക്കി വന്നു. ഒത്നിയേലിനെ അക്സയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷമായിട്ട് അക്സ ചില അനുഗ്രഹങ്ങളുടെ കാലം ഇവിടെ ചോദിച്ചു വാങ്ങുകയാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു. ദൈവം ചില പ്രമാണങ്ങൾ നമുക്ക് വെച്ചു തന്നു. അത് പറഞ്ഞ് പ്രമാണങ്ങൾ അനുസരിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രമാണങ്ങൾ അനുസരിക്കുന്നവനെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ സ്വർഗീയ പിതാവിനോട് പോയിട്ട് നമുക്ക് ഇനിയും അനുഗ്രഹങ്ങളെ ചോദിക്കുവാൻ നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മൾ പിന്നെയും അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും എന്നുള്ളതാണ്. തൽസമയത്ത് സഹായം ലഭിക്കേണ്ടതിന് കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാനായിട്ട് മതി നമുക്ക് അധികാരവും അവകാശം തന്നിരിക്കുകയാണ്. അടുത്തത്, മോശയുടെ അളിയനായ കേനിൻ്റെ മക്കൾ യഹൂദ മക്കളോട് കൂടെ ഇന്ന പട്ടണത്തിൽ നിന്ന് ആരാധനതയ്ക്കുള്ള യഹൂദ മരുഭൂമിയിലേക്ക് പോയി. അവിടെ ചെന്ന് ജനത്തോടുകൂടെ പാർത്തു. പിന്നെ യഹൂദ തൻ്റെ സഹോദരനായ ശിമിയോനോട് കൂടെ പോയി. അവർ സെഫാത്തിൽ പാർത്തിരുന്ന കനാന്യരെ വെട്ടി.
അതിനെ നിർമൂലമാക്കി ആ പട്ടണത്തിന് ഹോർമ എന്ന് പേരിട്ടു. യഹൂദ ഗസയും അതിൻ്റെ അതിർനാടും അസ്കലോനും അതിൻ്റെ അതിരോടും എക്രോനും അതിൻ്റെ അതിർനാടും പിടിച്ചു. യഹോവ യഹൂദരുടെ കൂടെ ഉണ്ടായിരുന്നു. ഉണ്ടോ? ദൈവാലോചന പ്രകാരം പോകുന്നതിൻ്റെ കൂടെ ദൈവമുണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് തരുന്ന മറ്റൊരു പ്രചോദനമാണ്. എന്താണ്? ദൈവാലോചന പ്രകാരം മുന്നോട്ട് പോകുന്നെങ്കിൽ ആരെല്ലാം നമ്മൾ വിട്ടു പോയാലും ഉപേക്ഷിച്ച് പോയാലും ആരും കൂടെ ഉണ്ടാവും? ദൈവം കൂടെ ഉണ്ടാവും. മറിച്ച് ചിന്തിച്ചേക്ക്, ദൈവാത്മാവിൻ്റെ ആലോചന ഇല്ലാതെ നമ്മൾ പോകുന്നെങ്കിലോ ആർക്കെ കൂടെ ഉണ്ടാകുന്നുണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്താതെ മുന്നേറുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. മലനാട് കൈവശമാക്കി, എന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പുരഥങ്ങളുണ്ടായിരുന്നുകൊണ്ട് അവരെ നീക്കിക്കളഞ്ഞു പോകാൻ കഴിഞ്ഞില്ല. മോശ കൽപ്പിച്ചതുപോലെ അവർ കാലേബിന് ഹെബ്രോൻ കൊടുത്തു. അവരവിടെ നിന്ന് അനാക്കിൻ്റെ 3 പുത്രന്മാരെ നീക്കിക്കളഞ്ഞു. ബെന്യാമിൻ മക്കൾ യെരൂശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെ നീക്കിക്കളഞ്ഞില്ല. യെബൂസ്യർ ഇന്നുവരെ ബെന്യാമിൻ മക്കളോട് കൂടെ യെരൂശലേമിൽ പാർത്തു വരുന്നു. ഇവിടെ നമ്മൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ ആ ജീവിതകാലം മുഴുവൻ കൂടെ ഇരിക്കും എന്നുള്ളതായ ഒരു ചിന്തകൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് വചനപ്രകാരം ഒഴിവാക്കിയും വചനപ്രകാരം സ്വീകരിപ്പാനുള്ള ഒരു ഒരുക്കം നമുക്ക് വചനം പഠിക്കുമ്പോൾ ഉണ്ടാകട്ടെ. യോസഫിൻ്റെ ഗ്രഹം ബഥേലിലേക്ക് കയറി ചെന്നു. യഹോവ അവരോടുകൂടെ ഉണ്ടായിരുന്നു. യോസഫിൻ്റെ ഗ്രഹം ബഥേൽ ഉറ്റുനോക്കുവാൻ ആളയച്ചു. ആ പട്ടണത്തിന് മുമ്പേ ലൂസ് എന്ന് പേരായിരുന്നു. പട്ടണത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരുത്തനെ ഒറ്റുകാർ കണ്ടു. അവനോട്, പട്ടണത്തിൽ കടപ്പാൻ ഒരു വഴി കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾ എന്നോട് ദയ ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിൽ കടപ്പാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. പട്ടണത്തെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കളഞ്ഞു. ആ മനുഷ്യനെയും അവൻ്റെ സകല കുടുംബത്തെയും വിട്ടയച്ചു. അവൻ ഹിത്യരുടെ ദേശത്ത് നിന്ന് ഒരു പട്ടണം പണിത് അതിന് ലൂസ് എന്ന് പേരിട്ടു. അതിന് ഇന്ന് വരെ അത് തന്നെ പേർ. ഇവിടെ നോക്കിയേ, ശത്രു നമുക്ക് കീഴടക്കാൻ വരുമ്പോഴേ അവിടെ നോക്കുന്നത് എന്താ അറിയാവോ? എങ്ങനെ നമ്മിൽ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അവന് വേണ്ടി തുറന്നിട്ടൊരു വാതിലുണ്ടെങ്കിൽ അവൻ ആ വാതിലൂടെ കിടക്കും എന്നുള്ളതാണ്. ബാക്കി എല്ലാ ഭാഗത്തും മതിലുണ്ടാവും. കോട്ടയ്ക്കുള്ളിലായിരിക്കാം നമ്മൾ. പക്ഷെ നമ്മൾ ശത്രുവിനെ നമ്മിൽ പ്രവേശിക്കത്തക്ക രീതിയിൽ ഏതെങ്കിലും ഒരു വാതിൽ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാതിലൂടെ ആയിരിക്കും ആര് പ്രവേശിക്കുക? ശത്രു പ്രവേശിക്കുക. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സുരക്ഷിതരാണെന്ന് തോന്നുമ്പോൾ തന്നെ ഏതെങ്കിലും നിലകളിൽ ശത്രു എന്നിൽ കയറാനുള്ള വാതിൽ ഞാൻ തുറന്നിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കാം. ഈ രാജ്യം പഠിച്ചെടുക്കാൻ ഭയപ്പെട്ടവർ ചോദിച്ചതാണ്, എങ്ങനെയാണ് ആ രാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ഒരു പഴുതുള്ളത് അല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ പിശാചിനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ വചനം വായിക്കുമ്പോൾ കാണുന്നില്ലേ, പത്രോസ് പറഞ്ഞില്ലേ, നമ്മുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടെന്ന് അറിയാൻ വേണ്ടി ചുറ്റിത്തിരിഞ്ഞ് നടക്കുക. അപ്പം നമ്മൾ അറിയുന്നില്ല. നമ്മൾ മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? ആളെങ്ങനെയാണ്, അവൻ എങ്ങനെയാണ്, അവളെങ്ങനെയാണ്, നമ്മൾ അങ്ങനെയൊക്കെ അവരുടെ എല്ലാ കുറ്റങ്ങളും കണ്ടുപിടിച്ച് നമ്മൾ അങ്ങനെ കൂട്ടത്തിൽ ഈ കുറ്റം കണ്ടുപിടിക്കാനും പരന്നു പോകാൻ സമയത്ത് നമ്മളെന്ത് ചെയ്താണ്? ഇവന് പ്രവേശിക്കാനുള്ള ഒരു വാതിൽ തുറന്നിട്ടിരിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ എല്ലാവരെയും കുറ്റം കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഏരിയ മറ്റവനെ അടിച്ചു തട്ടുണ്ടാവും. അതുകൊണ്ട് അവന് കയറുവാൻ ഒരു വാതിൽ തുറന്നു കൊടുക്കാതിരിക്കാനുള്ള ഒരു ഉത്സാഹം, ഒരു ഒരുക്കം നമുക്ക് അനിവാര്യമാണ്. ഓക്കെ. മനശ്ശെ ബേത്ത്ശേനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, താനാക്കിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, ധോരിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, ഇബ്ലയാമിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, മിഗിദോവിലും അതിൻ്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്തിന് പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേലിന് ബലം കൂടിയപ്പോൾ അവർ കനാന്യരെ മുഴുവൻ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിവില ചെയ്യിച്ചു. എഫ്രൈം ഗേസേരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഗേസേരിൽ അവരുടെ ഇടയിൽ പാർത്തു. സിബ്ലോൻ കിത്രോനിലും നഹ്ലോലിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഊഴിവേലക്കാരായി തീർന്ന് അവരുടെ ഇടയിൽ പാർത്തു. ആശേർ അക്കോവിലും സിദോനിലും അഹ്ലാബിലും അക്സീബിയിലും ഹെൽബിയിലും അഫീക്കിലും രഹൂബിലും പാർത്തിരുന്നവരെ നീക്കിക്കളയാതെ അശേര്യർ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. നപ്താലി ബേത്ത് ഷെമേഷിലും ബേത്ത് അനാത്തിലും പാർത്തിരുന്നവരെ കളയാതെ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. എന്നാൽ ബേത്ത് ഷെമേഷിലും ബേത്ത് അനാത്തിലെയും നിവാസികൾ അവർക്ക് ഊഴിയവേലക്കാരായി തീർന്നു. അമോര്യർ ദാൻ മക്കൾ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി. താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ അവർ സമ്മതിച്ചുമില്ല. അങ്ങനെ അമോര്യർക്ക് ഹർഹേസിലും അയ്യാലോനിലും ഷാൽഭീമിലും പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ യോസേഫിൻ്റെ ഗൃഹത്തിന് ബലം കൂടിയപ്പോൾ അവരെ ഊഴിയവേലക്കാരാക്കി തീർത്തു. അമോര്യരുടെ
അതിൽ അക്രമിയും കയറ്റവും സെല മുതൽ പിന്നെയും മേലോട്ടുണ്ടായിരുന്നു. നീക്കണവരെ നീക്കാതിരിക്കുമ്പോൾ അവർ ആധിപത്യം വരുത്തുകയാണ് അല്ലേ. എന്നാൽ അവർ തോൽപ്പിക്കുന്നത് ഉത്തരവാദിത്തമാണ്. നമ്മിൽ ആധിപത്യം പുലർത്തുന്നതായ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ അല്ലെങ്കിൽ ശത്രുവിൻ്റെ വസ്തുവകളെ നമ്മൾ എന്ത് ചെയ്യണം? ജയിക്കേണ്ടതായിത്തീരണം. എപ്പോഴും പാപത്തിൻ്റെ ആഗ്രഹം നമ്മളോ അല്ലേ, നമ്മളതിനെ കീഴടക്കണം. കൈനോട് ദൈവം പറഞ്ഞില്ലേ, അതിൻ്റെ വാതിൽ കിടക്കുക. ഈ വാതിൽ കിടക്കുന്നതിന് താല്പര്യം നിന്നോടാ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ അതിനെ കീഴടക്കണം. നമ്മുടെ ജീവിതത്തിലും അപ്രകാരമുള്ള ഒരു അനുഭവം ഉണ്ടാകാൻ കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോഖീമിലേക്ക് വന്നു, പറഞ്ഞത്, ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. എൻ്റെ പിതാക്കന്മാർ സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. നിങ്ങളോടുള്ള നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നും നിങ്ങളിന്ന് ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ ഒരു ബലിയുടെ ഇടിച്ചു കളയണമെന്നും കൽപ്പിച്ചു. അത് നിങ്ങളെൻ്റെ വാക്ക് അനുസരിച്ചില്ല. നിങ്ങൾ ചെയ്തത് എന്ത്? അതുകൊണ്ട് ഞാൻ അവർ നിങ്ങളെ മുമ്പിൽ നീക്കിക്കളയില്ല. അത് നിങ്ങളെ വിലാപ്പുറത്ത് ഉള്ളായിരിക്കും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയായും ഇരിക്കും എന്ന് ഞാൻ പറയുന്നു. യഹോവയുടെ ദൂതൻ ഈ വചനമെല്ലാം ശ്രമക്കളോട് പറഞ്ഞപ്പോൾ ജനമുച്ചത്തിൽ കരഞ്ഞു. ഉള്ള സ്ഥലത്തിന് ബോഖീം, കരയുന്നവർ എന്ന് പേരിട്ടു. അവിടെ യഹോവയ്ക്ക് യാഗം കഴിച്ചു. കണ്ടോ, വചനം അനുസരിക്കാതെ പോയി കഴിഞ്ഞപ്പോൾ അവർക്കെന്നെ നഷ്ടങ്ങളുണ്ടായി. അതൊരു വിലാപത്തിലേക്ക് അവസാനിപ്പിക്കേണ്ടതായിത്തീർന്നു. ദൈവപ്രമാണം കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ അനുസരിച്ച് മുന്നോട്ട് പോകാനായി ദൈവം വലിയ സഹായിക്കുമാറാകട്ടെ. അതിനോട് ഉത്സാഹിപ്പം കർത്താവ് നൽകുമാറാകട്ടെ. എന്നാൽ യോശുവ ജനത്തെ പറഞ്ഞയച്ചു ഇസ്രായേൽ മക്കൾ ദേശം കൈവശമാക്കാൻ ഓരോരുത്തരും താമ്പാൻ്റെ അവകാശത്തിലേക്ക് പോയി. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായ യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവർത്തനങ്ങളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. യഹോവയുടെ ദാസനായി നൂൻ്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ എഫ്രൈം പർവ്വതത്തിലെ തിമ്നാത്ത് ഹെരസിൽ ഗായഷ് മലയുടെ വടക്ക് വശത്ത് അവൻ്റെ അവകാശഭൂമിയിൽ അടക്കം ചെയ്തു. പിന്നെ ആ തലമുറയൊക്കെയും ഞങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. കണ്ടോ, ഒരു കാലഘട്ടത്തിലെ ജനം ദൈവം അവർ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ കണ്ടുകൊണ്ട് അവർ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചപ്പോൾ അതിനുശേഷം തലമുറയ്ക്ക് ദൈവത്തെ അറിയാതിരിക്കുന്ന, ദൈവത്തെ മനസ്സിലാക്കുന്ന തലമുറയിലേക്ക് വരികയാണ്. ഒരു കാലഘട്ടങ്ങളിൽ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ച സേവിച്ച പലരുടെയും പിൻതലമുറകൾ വരുമ്പോൾ ദൈവത്തെ അറിയാതെ പോകുന്നതായ അനുഭവങ്ങൾ കാണാറുണ്ട്. ഇവിടെയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യോശുവയുടെ കാലഘട്ടം കഴിഞ്ഞു. ആ തലമുറയിലുള്ള ജനത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നീട് തലമുറയ്ക്ക് ദൈവം ആരെന്നോ ദൈവം എന്താ ചെയ്തെന്നുള്ള കാര്യങ്ങൾ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടം ചെയ്തു, ബാൽവിഗ്രഹങ്ങളെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈം ദേശം കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചു. ചുറ്റുമുള്ള ജാതികളുടെ ദൈവന്മാരായ അന്യദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ചു. യഹോവയെ കോപിപ്പിച്ചു. അവർ യഹോവയെ ഉപേക്ഷിച്ചു. ബാലിനെയും അസ്തോത്ത് പ്രതിഷ്ഠകളെയും സേവിച്ചു. യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. അവരെ കവർച്ച ചെയ്യേണ്ടതിന് അവൻ അവരെ കവർച്ചക്കാരുടെ കയ്യിലേൽപ്പിച്ചു. കണ്ടോ, ദൈവത്തിന് അനിഷ്ടം ചെയ്തെന്ന് തുടങ്ങിയപ്പോൾ ദൈവം ചെയ്തു, അവരെ കവർച്ച ചെയ്യേണ്ടതിന് കവർച്ചക്കാരെ കയ്യിലേക്ക് ഏൽപ്പിക്കേണ്ടതായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിട്ട് ഓടുമ്പോൾ, ദൈവപ്രമാണം തന്നെപ്പെട്ട് പോകുമ്പോൾ, ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ സുഗമമായി യാത്ര തുടരാമെന്ന് ചിന്തിക്കരുത്. കർത്താവ് നമ്മൾ കാണുന്നു, കവർച്ചക്കാരയിൽ ഏൽപ്പിക്കപ്പെടുന്നതിന് മുമ്പ്, കവർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായി ദൈവം സഹായിക്കുമാറാകട്ടെ. ചുറ്റുമുള്ള ശത്രുക്കൾ അവരെ വിട്ടുകളഞ്ഞു. ശത്രുക്കളുടെ മുമ്പാകെ നിൽപ്പാൻ പിന്നെ കഴിഞ്ഞില്ല. യഹോവ ചെയ്തിരുന്നത് പോലെയും യഹോവ അവരോട് സത്യം ചെയ്തിരുന്നത് പോലെയും യഹോവയുടെ കൈ അവർ ചിലർക്കൊക്കെയും അനർത്ഥം വരത്തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. അവർക്ക് മഹാകഷ്ടമുണ്ടാകുകയും ചെയ്തു. കണ്ടോ, ദൈവത്തെ വിട്ടുപോയതിൻ്റെ പേരിൽ അവർ ചെല്ലുന്നതൊക്കെ അനർത്ഥം, എന്ത് തൊട്ടാലും ഒക്കെ പഴയ കഷ്ടത മാത്രമായി തീർന്നു. ഇതൊക്കെ നമുക്ക് വചനം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും ദൈവത്തോടെ അടുത്ത് ജീവിക്കാനായിട്ട് സമർപ്പിക്കപ്പെടുവാൻ ഇതെല്ലാം ഒരു കാരണമായി തീരണം. യഹോവ ന്യായവന്മാരെ എഴുന്നേൽപ്പിച്ചു. അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊണ്ടോ. ന്യായവന്മാർ വന്നതിനാണ് ജനം പ്രമാണം വിട്ട് അന്യപ്പെട്ടു പോയതിനാൽ ദൈവം അവരെ കവർച്ചക്കാരെ ഏൽപ്പിച്ചു. എങ്കിൽ തന്നെയും ദൈവത്തിന് ജനമാകിയാൽ അവർ വിടുവിപ്പാനായി ദൈവം ചെയ്തു, ന്യായന്മാരെ എഴുന്നേൽപ്പിൻ്റെയായിത്തീർന്നു. ഈ തലമുറയിലും പാപത്തിന് അന്ധകാരത്തിൽപ്പെട്ടുകൊണ്ട് പിശാചിന്റെ കയ്യിലെ കളിപ്പാട്ടങ്ങളായി നിത്യാഗ്നിയിലേക്ക് പോകുന്ന ചിലരെ രക്ഷിപ്പാനായി ദൈവം
നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ സുവിശേഷം അറിയിപ്പാനായിട്ട്, നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട്, അവരുടെ ദൈവനെത്തിക്കാനായിട്ട് ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് തിരഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ട് നീ ആ ദൗത്യ നിർവ്വഹണത്തിൽ ഉത്സാഹിയായി തീരുവാനിടയായിട്ട്. പക്ഷെ ആരും സപ്പോർട്ട് ചെയ്തൊന്നും വരികയില്ല, ആരും കൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചൊന്നും വരികയില്ല, ആരും പ്രോത്സാഹനം ഒന്നും വരികയില്ല. പക്ഷേ നിന്നെ കിട്ടിയ ദർശനം, നിന്നെ കിട്ടിയ ശുശ്രൂഷ, എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, അവയെ മുതൽക്കൂട്ടേക്ക് വെച്ചുകൊണ്ട് വിശ്വാസകർത്താനെ ചെയ്യുക, നിശ്ചയമായ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവേണ്ടിയായിത്തീരും. ഈ തലമുറ ദൈവം നിന്നെ അതിനുവേണ്ടി കണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പലപ്പോഴായി ഈ വിളി കേട്ടിട്ട വ്യക്തിയായിരിക്കും നീ, ദർശനം കണ്ട വ്യക്തിയായിരിക്കാം. പക്ഷേ ശബ്ദം കേട്ടിട്ട് നീ പിടികൊടുക്കാതെ ഇന്ന് വരെയും കൂടിയെങ്കിൽ ഈ സമയം കർത്താവിനെ സമർപ്പിക്കുന്നു പറയുവാൻ കഴിയുന്നെങ്കിൽ നീ മാത്രമല്ല, നീ മുഖാന്തരം മറ്റു പലരും വിടുവിക്കപ്പെടുന്നതിൻ്റെ കൺമുമ്പിൽ കാണുവാൻ ഇടയായിത്തീരും. അവരോ തങ്ങളുടെ ന്യായന്മാരെയും അനുസരിക്കാതെ അന്യദൈവങ്ങളോട് പരസംഗം ചെയ്ത് അവയെ നമസ്കരിച്ചു. പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്ന് വേഗം മാറിക്കളഞ്ഞു. യഹോവയുടെ കൽപ്പനകളെ അനുസരിച്ച് നടന്നതുപോലെ നടന്നതുമില്ല. കണ്ടോ, ദൈവം അവരെ വിടുവിപ്പാനായി ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചിട്ട് പോലും ആ ന്യായാധിപന്മാരെയും അവരെ അനുസരിക്കാതെ പോവുകയിപ്പോൾ. ഇതാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. ദൈവമേ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു, രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ചിലർ നമ്മുടെ മുമ്പിലേക്ക് അയക്കുന്നു, നമ്മൾ വചനങ്ങൾ നമ്മളോട് പറയുന്നു. പക്ഷെ അത് കേട്ട് പോലും മനം തിരിയുവാനോ ക്രമീകരിക്കപ്പെടാനോ കഴിയാതെ നമ്മൾ പിന്നെയും ഇത് അകന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അവിടേക്ക് നമുക്ക് തിരിച്ചുവരവ് ആവശ്യമാണ്. യഹോവ അവർക്ക് ന്യായവന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ യഹോവ അതത് ന്യായവനോട് കൂടെ ഇരുന്ന് അവരുടെ കാലത്തൊക്കെയും അവരെ ശത്രുകയിൽ നിന്നും രക്ഷിക്കും. കണ്ടോ, ഓരോ ന്യായവന്മാരെ എഴുന്നേൽപ്പിച്ചപ്പോഴും ദൈവം അവരോട് കൂടെ ഇരുന്ന് ആ കാലഘട്ടത്തിൽ ആരാണോ ശത്രുക്കളായിരുന്നത് അവർ നേരെ ദൈവം വിടുവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ തലമുറയിൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവം നമ്മെ കണ്ടിരിക്കുക. ചിലരുടെ വിടുതലിന് വേണ്ടി, ചിലരുടെ ആശ്വാസത്തിന് വേണ്ടി, ചിലരുടെ സൗഖ്യത്തിന് വേണ്ടി, ചിലരുടെ അനുഗ്രഹം പ്രാപിപ്പാനായി, ചിലരെ പേര് ജീവൻ്റെ പുസ്തകം എഴുതപ്പെടുവാനായിട്ട് നമ്മെ കണ്ടിരിക്കുകയാണ്. ആ ദൗത്യം നമുക്ക് നിറപടിയെ നിവർത്തിക്കുവാൻ നമ്മെ സമർപ്പിക്കാം. നമ്മളതിൽ നിന്ന് ഒരിക്കലും പിന്തിരിഞ്ഞ് പോകരുത്. കാരണം ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. ജനത്തെ പലപ്പോഴൊക്കെ ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിനു വേണ്ടി ഇങ്ങനെ ചെയ്യണം ചിന്തിച്ചു വേണ്ട. എന്നാലേ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിലൂടെ ചിലരോട് ദൈവാത്മ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ, പേഴ്സണലായി ലഭിക്കുന്ന ഒരുപാട് സന്ദേശങ്ങൾ, അതൊക്കെ ദൈവനം കേട്ടിട്ട് ജീവിതത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ, വചനത്തിന് വളരെ ശക്തിയുണ്ട്. വചനത്തിന് വളരെ ശക്തിയുണ്ട്. ഈ അടുത്ത ദിവസം മരിക്കാനായിട്ട് ഒരുങ്ങിയിരുന്നതായ ഒരു വ്യക്തിയെ എന്നെ ഫോൺ ചെയ്യാനിടയായത്. ആദ്യത്തെ ദിവസം എന്തു പറഞ്ഞാലും അവർ ആ മരണത്തിൻ്റെ ചിന്തയിൽ നിന്ന് മാറുന്നില്ല. 4 മണിക്കൂറിലധികം ഞാൻ ആ വ്യക്തിയെ സംസാരിച്ചു. ദൈവം ഉണ്ടെന്ന് പോലും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം അവർ മനസ്സ് വളരെ ക്ഷീണിച്ചിരുന്നു. കൃപയാലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്തെ ദിവസം വീണ്ടും അവരെന്നെ വിളിച്ച് സംസാരിച്ചു. എനിക്കറിയാവുന്ന അവർ പറഞ്ഞ ഓരോ കാര്യത്തിനനുസരിച്ചുള്ള കുറച്ച് വചനങ്ങളെല്ലാം അവർക്ക് ഞാൻ ഷെയർ ചെയ്തു. അവർ രണ്ടാം ദിവസം രാത്രി ആയപ്പോഴത്തേക്കും കുറച്ച് അവർ ഫ്രീ ആയി. അങ്ങനെ ഇപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന്, ആ ടെൻഡൻസിൽ നിന്ന് മാറി ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു അനുഭവത്തിനോടെയായിത്തീർന്നു. ദൈവദിനത്തിന് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ കഴിയും. എന്നാലത് ആവശ്യക്കാരുടെ എത്തിച്ചു കൊടുക്കാനായിട്ട് ഒരാളെ ആവശ്യമുണ്ട് ദൈവത്തിന്. ആ ദുതുവാഹകരാണ് നമ്മൾ ഓരോരുത്തരും. ഈ തലമുറയിൽ ദൈവദിനം ആവശ്യമുള്ളവരുടെ അടുക്കിലേക്ക് ദൈവദിനം എത്തിക്കുവാനുള്ളതായ ദുതുവാഹകരാണ് നമ്മൾ ഓരോരുത്തരും. ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയില്ലായിരിക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സന്ദേശം ഒന്ന് ഷെയർ ചെയ്യാൻ എത്ര പാടുണ്ട് നമുക്ക്? ആ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾ ഫേസ്ബുക്കിൽ കാണുമെങ്കിൽ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സിനെല്ലാം എത്തിക്കഴിഞ്ഞു അല്ലേ. നിങ്ങൾ വാട്സാപ്പിൽ കാണുമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് തന്നെ ഷെയർ ചെയ്താലേ ആ ഗ്രൂപ്പിലോട് കാണുമെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയർ ആയിത്തീരും അല്ലേ. യൂട്യൂബിൽ കാണുന്നവർ യൂട്യൂബിൽ ലിങ്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്താൽ മറ്റുള്ളവർ കാണാനിടയായിത്തീരും. അപ്പോൾ നമുക്ക് വചനം ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്. സമാധാനം നഷ്ടപ്പെട്ട് സ്വസ്ഥതയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിലേക്ക് ഈ വചനം എത്തിക്കാനായിട്ട് നമുക്ക് ദൂതുവാഹകരായി തീരാം. നമ്മൾ എത്തിക്കുന്നതിലൂടെ പലരും ആശ്വാസം പ്രാപിക്കും, പലരും ജീവരക്ഷ പ്രാപിക്കും, പലരും വിടുതൽ പ്രാപിക്കും. നമ്മളും കൂടെ നല്ലൊരു കാരണമായി തീരുകയാണതുകൊണ്ട് നമുക്ക് ആവോളം ഈ വചനം മറ്റുള്ളവരുടെ അടുക്കിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ സഹായിക്കാം. ഓക്കെ, അടുത്തത് തങ്ങളെ ഉപദ്രവിച്ച് പീഡിപ്പിക്കുന്നവരുടെ നിമിത്തം ഉള്ള അവരുടെ നിലവിളിയെങ്കിൽ യഹോവയ്ക്ക് മനസ്സിൽ തോന്നും. എന്നാൽ ആ ന്യായവന്മാർ മരിച്ച ശേഷം അവർ തിരിഞ്ഞ് അന്യദൈവങ്ങളെ ചെന്ന് സേവിച്ചും നമസ്കരിച്ചും കൊണ്ട് പിതാക്കന്മാരേക്കാൾ അധികം വഷളത്വം പ്രവർത്തിക്കും. അവർ തങ്ങളുടെ പ്രവർത്തികളും ദുശാഠ്യ നടപ്പും വിടാതിരിക്കും. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ച് ഈ ജാതി അവരുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം ലംഘിച്ച് എൻ്റെ വാക്കുകൾക്കായാൽ അവരുടെ പിതാക്കന്മാർ അനുസരിച്ച് നടന്ന യഹോവയുടെ വഴിയിൽ ഇവരും അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഇസ്രായേലിനെ പരീക്ഷിക്കണമെന്ന് ഞാനും യോശുവ മരിക്കുമ്പോൾ വിട്ടേച്ചു പോയ ജാതികളിൽ ഒന്നിനെയും ഇനി അവർ മുമ്പിൽ നീക്കിക്കളയില്ല എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ ആ ജാതികളെ വേഗത്തിൽ നീക്കിക്കളയാതെയും യോശുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതെയും വെച്ചിരുന്നു. കണ്ടോ, ഇവരെ അത് പരീക്ഷിക്കാനും കൂടിയാണ് ചില പ്രശ്നങ്ങൾ കൊണ്ടുവന്നത്. അവിടേക്ക് സംഭവിച്ചു, ഈ ജനം പരാജയപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മെ സമർപ്പിക്കാം. ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് നാം സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ എന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയെ വിട്ടുപോകുന്നവരായിട്ടല്ല, അങ്ങയെ പൂർണ്ണമായി അനുസരിപ്പാൻ ഈ സ്വതന്ത്ര കർത്താവ് അനുഗ്രഹിക്കുമ്പോഴാണമേ. ഈ തലമുറയിൽ ചിലരെ വിടുതലിന് വേണ്ടി ചിലരെ കർത്താവ് എഴുന്നേൽപ്പിച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ആ സന്ദേശത്തിൻ്റെ വാഹകരായി ഞങ്ങളെല്ലാവോളം മറ്റുള്ളവർക്ക് എത്തിക്കുവാനായി കർത്താവ് കൃപയുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ സന്ദേശം നന്ദി പറയുന്നു. കർത്താവിൻ്റെ വരും താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. സന്ദേശങ്ങൾ പങ്കുവയ്ക്കണം, ശുശ്രൂഷയോടുത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ യൂട്യൂബ് ചാനൽ പഴയ യൂട്യൂബ് ചാനലിൽ പോയതിൻ്റെ പേരിൽ യൂട്യൂബിൽ കാണുന്നത് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സന്ദേശങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.